അനീതിയും അസത്യവുമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ മീഡിയക്കാർ ചോദിക്കണം, ഇത് ബ്ലേറ്റന്റ് വയലേഷൻ അല്ലേ? 7 വർഷത്തിന് താഴെയുള്ള അല്ലെങ്കിൽ 7 വർഷത്തിന് താഴെ തടവ് ലഭിക്കാനുള്ള കുറ്റകൃത്യങ്ങളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റേഷൻ ജാമ്യം പോലും ലഭിക്കേണ്ടതല്ലേ? അതല്ലേ അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ? എന്തുകൊണ്ടാണ് കിട്ടാത്തത്? നൂറ് കള്ളം പറയുവാണ്. അതായത് അവിടെ പറഞ്ഞത് ചിത്രങ്ങൾ വെച്ചു, ആ പെൺകുട്ടിയുടെ അല്ല AI ചിത്രമാണ്. ഈ പെൺകുട്ടിയുടെ പേര് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ കള്ളം പറഞ്ഞ ഒരാളെ കൊടുക്കുന്നതിന് നമ്മുടെ മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും ഒരു ദണ്ഡം വേണ്ടി. അബ്സല്യൂട്ട് കള്ളങ്ങളാണ്. ഈ കോടതി ഉത്തരവിൽ പറയുന്നത് രാഹുൽ ചെയ്ത കുറ്റം നിസ്സാരമായി കാണാനാവില്ല, നിലവിൽ അന്വേഷണ പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ്, പ്രതി സമാന കുറ്റം ആവർത്തിക്കും എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. ഉത്തരവല്ല, പോലീസുകാർ പറഞ്ഞു കൊടുത്ത വരിയെടുത്ത് പറയുന്നത്, പോലീസുകാർ ആർഗ്യ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് കുറ്റമാണ് ചെയ്തത്? ആ ചിത്രങ്ങളുണ്ടോ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ പെൺകുട്ടിയുടെ ചിത്രം ഞാൻ ഇട്ടു, അത് വേറൊരാളാണ്, രഞ്ജിത പുളിക്കലോ എന്ന് പറഞ്ഞിട്ട് ആണ്ടായിട്ടത്, ഞാൻ ഇട്ടിട്ട് പോലുമില്ല. എന്തൊരു കള്ളമാണ് കാണിക്കുന്നത്.